ഹമാസ് ഭീകര സംഘടന ഗാസയിൽ നിന്ന് 30,000 യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതായി റിപ്പോർട്ട്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ കനത്ത നഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഹമാസ് വൻതോതിലുള്ള റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹമാസിന്റെ സായുധ വിഭാഗമായ ഇസുദ്ദീൻ അൽ-ഖസാം ബ്രിഗേഡ്സ് ഗാസയിൽ നിന്ന് ഭീകരപ്രവർത്തനങ്ങൾക്കായി 30,000 യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗറില്ല തന്ത്രങ്ങളെ ആശ്രയിക്കുന്ന ഒരു പുതിയ സൈനിക തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഭീകര സംഘടനയുടെ ഡ്രോണുകൾക്കും ദീർഘദൂര റോക്കറ്റുകൾക്കും ആയുധശേഖരത്തിലും ഗണ്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബറ്റാലിയനുകൾ മിസൈൽ അവശിഷ്ടങ്ങൾ പുനരുപയോഗിച്ച് നിർമ്മാണ ചെലവുകൾക്കായി ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനുവരിയിൽ ഹമാസ് 15,000 ഭീകരരെ റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 25,000 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഭീകര സംഘടന റിക്രൂട്ട് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. ഭീകരർക്ക് യുദ്ധത്തിനു മുമ്പുണ്ടായിരുന്ന അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞെങ്കിലും പ്രായപൂർത്തിയാകാത്തവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹമാസ് തങ്ങളുടെ നിരവധി സേനകളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധികളാണ് ഭീകരർ നേരിടുന്നത്. സൈനിക നടപടി പുനരാരംഭിച്ചതിനു ശേഷം ഏകദേശം 150 ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി IDF പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഭീകരർക്ക് പണം നൽകാൻ ഫണ്ടില്ലാത്തതിനാൽ ഹമാസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. 2 മാസമായി ഹമാസ് ആയിരക്കണക്കിന് ഭീകരർക്ക് ശമ്പളം നൽകിയിട്ടില്ല. 100 കണക്കിന് ഭീകരർ ഇതിനകം രാജിവെക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.